ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയെ ഒരു കൊടുങ്കാറ്റ് പോലെ പിടിച്ചു കുലുക്കിയിട്ട് ആകെ നിലംപരിശാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള സിനിമ മുമ്പെങ്ങും അനുഭവിക്കാത്ത തരത്തിലുള്ള വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവാണ്. ഇപ്പോൾ ഇന്നലെ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് രാജിവെച്ചു. അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള നമ്മുടെ രഞ്ജിത്ത് രാജിവെച്ചു. നടൻ ജയസൂര്യക്കെതിരെ ആരോപണം, റിയാസ് ഖാനെതിരെ ആരോപണം, സിദ്ദീഖിന്, രഞ്ജിത്തിന്, ഇങ്ങനെ ആരോപണങ്ങൾ വരുന്ന മുകേഷിനെതിരെ ആരോപണങ്ങൾ വരുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ആളുകൾ ഓരോ നടിമാർ ഇതിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതായത് ഈ നടന്മാരായിട്ടുള്ള ആളുകൾ, ഇപ്പം മുകേഷ് ആയാലും സിദ്ദീഖ് ആയാലും നല്ല ആക്ടേഴ്സാണ്. സിദ്ദീഖൊക്കെ ഗംഭീരമായി അഭിനയിക്കും. അതുപോലെ ജയസൂര്യയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരൊക്കെ ഇഷ്ടംപോലെ ആളുകൾ അവരെ കാണുമ്പോൾ ആരാധനയോടുകൂടി നോക്കുകയും അവരുടെ അടുത്തേക്ക് ചെല്ലുകയും സെൽഫി എടുക്കുകയും ഇഷ്ടമാണെന്ന് പറയുകയൊക്കെ ചെയ്യില്ലേ. ഇപ്പോൾ മുകേഷിൻ്റെയൊക്കെ അടുത്ത് ചെന്നുണ്ട്, ചേട്ടനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പെൺകുട്ടികളും മുതിർന്ന ആളുകളും യുവാക്കളായിട്ടുള്ള ആളുകളും യുവതികളായിട്ടുള്ള ആളുകളും ചെന്ന് പറയുമ്പോൾ ഇവർ വിശ്വസിച്ചത് എന്താണ്, ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇഷ്ടമാണെന്ന് വിചാരിച്ചോ? എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സിനിമാ ലോകത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. വളരെ തെറ്റാണത്. അതായത് നിങ്ങളോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് നിങ്ങൾ അഭിനയിച്ച കഥാപാത്രങ്ങളിലൂടെ മനസ്സിൽ കയറിയതിന് ശേഷമുള്ള ആ ഒരു ഇഷ്ടമാണ് നിങ്ങളോട് കാണിക്കുന്നത്. ഒട്ടേറെ കഥാപാത്രങ്ങൾ സ്ക്രീനിൽ വന്ന് നിങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അതിലൂടെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിത്വത്തിനോടുകൂടി ഒരു ഇഷ്ടം ഉണ്ടായതാണ്. ആ ഇഷ്ടമാണ് നിങ്ങളെ പുറത്ത് കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കാനും സെൽഫി എടുക്കാനും ഒക്കെ തോന്നുകയും നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യുന്നത്. ആ ഇഷ്ടത്തിനെ വേറെ രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാ യുവതികളെയും കിട്ടുമെന്ന് വിചാരിക്കരുത്. അതായത് ചേട്ടാ നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഒന്ന് മുട്ടി നോക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് വരരുത്. കാരണം അവർക്കൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളും കുടുംബവും ഒക്കെ ഉള്ള നല്ല ജനസിൽപ്പെട്ട നല്ല സംസ്കാരത്തിൽപ്പെട്ട കുറേ കുട്ടികൾ തന്നെയാണ്. അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെന്നുള്ളതാണ്. അത് ആ കഥാപാത്രങ്ങളായ സിനിമാ നടന്മാരാണല്ലോ, സിനിമാക്കാരാണല്ലോ. സ്ക്രീനിൽ കാണുന്ന ഒരുപാട് നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ആളുകളാണല്ലോ. അപ്പൊ അവരോട് തോന്നുന്ന ഒരു ആരാധനയാണത്. അതിനെ തെറ്റിദ്ധരിച്ച സിനിമാക്കാരെ നിങ്ങളോട് ഒന്നും പറയാനില്ല. എല്ലാവരും അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഓക്കെ.